എന്റെ ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഒടുവില് ശ്രീദേവിയെ വിളിച്ച് കാര്യങ്ങളൊക്കെ മീനു പറയാണ്. ദേവി ചേച്ചി, അതുകൊണ്ട് എല്ലാരും നല്ല പ്രതിസന്ധിയിൽ, അവിടെ എല്ലാവർക്കും നല്ല ടെൻഷൻ ഉണ്ട്. മാമൻ ഗോമതി സ്റ്റോഴ്സിന്റെ തൊട്ടടുത്ത് തന്നെ കൊണ്ട് കട വെച്ചതില്. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചിട്ട് മീനു, മാമൻ എന്തിനാ അങ്ങനെ ചെയ്ത്? എന്തിനാന്ന് അറിയില്ല. ഇവിടുന്ന് ഇറക്കി വിട്ടാൻ ദേഷ്യത്തിനാണോ ഇനിയിപ്പൊ കൃഷ്ണമംഗലംകാര് മാമന്റെ മനസ്സ് മാറ്റിയെടുത്താണൊന്നും അറിയത്തില്ല. അല്ല, ആനന്ദേട്ടൻ എന്ത് പറയണോ? ആനന്ദേട്ടൻ ജോലിക്ക് പോയോ? ആനന്ദേട്ടൻ ഇപ്പൊ ജോലിക്ക് പോകുന്നില്ല. അതെന്താ, ജോലി വേണ്ടെന്ന് വെച്ചോ? ആനന്ദേട്ടൻ ഇപ്പൊ ഗോമതി സ്റ്റോഴ്സിലേക്കാ പോകുന്നേ, ജോലിക്ക് പോണില്ല. ശരിക്കും പറഞ്ഞ ഒരു കണക്കിന് ആശ്വാസമാ. അച്ഛൻ അതൊരു സഹായം ആകുമല്ലോ ഇങ്ങനത്തെ ഈ അവസ്ഥയില്. ഈ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ലാന്ന് പറഞ്ഞു. അതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോ ശ്രീദേവിക്ക് വല്ലാത്തൊരു ടെൻഷനായി. അപ്പോഴേക്കും മീനു പറഞ്ഞു, അതെങ്ങനെയാ? സ്നേഹിക്കുന്ന ഓരോരുത്തരായിട്ട് ചതിച്ചോണ്ടിരിക്കുമല്ലേ? മാമന്റെ അവസ്ഥ കണ്ടില്ലേ? മാമൻ കാണിച്ചു കണ്ടോന്ന് ചോദിച്ചു. അപ്പോഴേക്കും ശ്രീദേവി ചോദിച്ചു, മീനു നീ എന്നെ ഉദ്ദേശിച്ച് പറഞ്ഞാണോന്ന് ചോദിച്ചു. ഞാൻ ദേവി ചേച്ചിയെ ഉദ്ദേശിച്ച് പറഞ്ഞല്ല, ഞാൻ മാമന്റെ കാര്യം പറഞ്ഞാന്ന് പറഞ്ഞു. അപ്പോഴേക്കും മീനു എന്നും പറഞ്ഞുകൊണ്ട് അകത്തുനിന്ന് ഗോമതിയുടെ വിളി വെച്ച് കിട്ടും. അമ്മ വിളിക്കുന്നുണ്ട്, എങ്ങാനും വന്നിട്ടുണ്ട് തീർന്നു. നമ്മൾ രണ്ട് സംസാരിക്കുന്ന അറിഞ്ഞാ പിന്നെ അത് മതി, ഞാൻ വെക്കുക, സമയം കിട്ടും വിളിക്കാന്ന് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി മീനു. ശ്രീദേവിക്ക് ഭയങ്കര വിഷമമായിപ്പോയി ധർമ്മൻ ഇങ്ങനെ ചെയ്തേല്. പിന്നീട് ആകാശവും ആനന്ദം കൂടെ സംസാരിക്കുകയാണ്. അപ്പൊ ആകാശ് കാര്യങ്ങളൊക്കെ അറിഞ്ഞു. ധർമ്മൻ കട തുടങ്ങിയെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പത്തിന് ആകാശിന് സഹിച്ചില്ല. ഏട്ടാ, ഇപ്പൊ തന്നെ ഇത് പോയി ചോദിക്കണം, ഇത് വെറുതെ വിട്ടിട്ട് കാര്യമില്ലായിരുന്നേട്ടാ. ഒരു മാമൻ വന്നിരിക്കുന്നു, നമ്മുടെ അടുത്ത് വന്ന വിവരങ്ങൾ ചോർത്താനായിരുന്നില്ലേ തല തോർത്തുമുണ്ടിട്ട് കഴിഞ്ഞ ദിവസമൊക്കെ വന്നുകൊണ്ടിരുന്നേ. അപ്പൊ ഇതിനാന്നുള്ള കാര്യം അറിയണ്ടായിരുന്നില്ലല്ലോ, എന്നിട്ട് ചതിച്ചില്ലേ? ശരിക്കും പറഞ്ഞ അച്ഛനും മാമനെ ഇറക്കി വിട്ട് കഴിഞ്ഞപ്പോ എനിക്ക് ഭയങ്കര വിഷമമായതാ. പക്ഷെ ഇപ്പൊ എനിക്കൊരു വേദനയും തോന്നില്ല. മാമന്റെ മനസ്സിൽ ഈ ചിന്തകളൊക്കെ ആയിരുന്നല്ലോ. എടാ, ഇപ്പൊ ചോദിക്കാനും പറയാനൊന്നും പോണ്ട. ഇതെനിക്ക് ചോദിച്ചേ മതിയാവുള്ളൂ, മാമനോട് ചോദിക്കണം എനിക്ക്. ഇത്രയും വിഷം ഉള്ളി വെച്ചോണ്ടാണോ ഇത്രയും കാലം ദേവമംഗലത്ത് കഴിഞ്ഞെന്ന്? കൃഷ്ണമംഗലംകാർക്ക് പകയുണ്ടായിരുന്നു നമ്മളോട്, പക്ഷെ മാമന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നു വിചാരിച്ചില്ല. വാരന്തേട്ടാ, നമുക്ക് പോകാം. ആനന്ദ് പറഞ്ഞു, വേണ്ടടാ, നമ്മളൊരു പ്രശ്നത്തിനായിട്ട് പോകണ്ട. അല്ലെങ്കിൽ തന്നെ അറിയാലോ, ഇപ്പൊ പ്രശ്നങ്ങളുടെ നടുവിലാണ് ദേവമംഗലം. അതിനിടയ്ക്ക് പുതിയൊരു പ്രശ്നം കൂടെ തലയിലേക്ക് വലിച്ചു വെക്കേണ്ട കാര്യമില്ല. നമ്മൾ ചോദിക്കാനും പറയാനും പോയ അടുത്ത പ്രശ്നം അതായിരിക്കും. അതിന്റെ പേരിൽ ഇനി എന്തൊക്കെ ഉണ്ടാവുന്ന ആര് കണ്ടു? ആനന്ദേട്ടാ, അങ്ങനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് പോണെന്ന് പറഞ്ഞാൽ പോണെന്നും പറഞ്ഞുകൊണ്ട് ആനന്ദിന്റെ കയ്യിലേക്ക് പിടിച്ചു വലിച്ചു. പെട്ടെന്ന് ആ കൈ അങ്ങോട്ട് വിടുവിച്ചിട്ട് ആനന്ദ് ദേഷ്യത്തോടെ ആകാശം പിടിച്ചു. നിനക്കെന്താ പറഞ്ഞാൽ മനസ്സിലാവത്തില്ലേ? നിന്നോടല്ലേ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുവാണ്. ആകാശം പറഞ്ഞു, സോറി ആനന്ദേട്ടാ. ആനന്ദ് പറഞ്ഞേടാ, എന്റെ മാനസികാവസ്ഥ ഇപ്പൊ നിനക്ക് എന്താണെന്നറിയാവോ? ആകെപ്പാട് ഭ്രാന്ത് പിടിച്ച അവസ്ഥയാ, ജീവിക്കണമെന്ന് പോലും ഇല്ല. അങ്ങനെ ഒരു അവസ്ഥയല്ലേ ഇതും കൂടെ. അതുകൊണ്ട് വേണ്ടടാ, ഇപ്പൊ ഒന്നിനും പോണ്ട. എനിക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. എന്റെ സമനില തെറ്റുന്ന പോലെ തോന്നുന്നുണ്ട്. സോറി ആനന്ദേട്ടാ, ഞാൻ ആനന്ദേട്ടനെ കുറിച്ച് അങ്ങനെയൊന്നും ചിന്തിച്ചില്ല. എന്റെ മനസ്സിൽ മാമൻ ചെയ്ത ചതിയെക്കുറിച്ചായിരുന്നു. അതുകൊണ്ടാ എടാ, അതാ ഞാൻ പറഞ്ഞേ, നമുക്ക് ക്ഷമയോടെ കാത്തിരിക്കാം. ഇപ്പൊ ഒന്നും പ്രതികരിക്കാനൊന്നും പോകണ്ട, വെറുതെ നമ്മളായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കണ്ട. ആകാശിനെ അങ്ങനെ ഒന്ന് അനുനയിപ്പിച്ച് കൊണ്ടുപോകണം ആനന്ദ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇന്ദിരാമ രാശ്രീയൊക്കെ കടയിൽ നിന്ന് വീട്ടിലേക്ക് വരുമ്പോഴത്തേനും ഗോമതി അങ്ങോട്ട് ഇറങ്ങി ചെല്ലുവാണ്. കൂടെ മീനാക്ഷിയും ഇത്ര ഉണ്ടായിരുന്നു. അമ്മ വേണ്ടെന്നൊക്കെ പറഞ്ഞ് വിലക്കുന്നുണ്ട്. ഇത് ഞാൻ ചോദിച്ചിട്ട് എന്നെ കാര്യം എന്നും പറഞ്ഞ് ദേഷ്യത്തോട് കൂടിയിട്ടാണ് അങ്ങോട്ട് ചെല്ലുന്നേ. അങ്ങനെ ഇന്ദിരാമ്മയെ രാശ്രയം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഗോമതി എന്നിട്ട് പറഞ്ഞു, എന്നാലും ഇത് വേണ്ടിയിരുന്നില്ല അമ്മ, ഈ ചതി വേണ്ടിയിരുന്നില്ല. അതെ, ധർമ്മൻ ഇങ്ങനെ ഒരു കട തുടങ്ങുകയെന്ന് പറഞ്ഞപ്പോ ധർമ്മനെ അമ്മയ്ക്ക് വിലക്കായിരുന്നു. അമ്മ ഇതിന് കൂട്ടു എന്നല്ലേ മോളെ? ഞാൻ വേണ്ട, അമ്മ കൂടുതലൊന്നും പറയണ്ട. ഗോമതി സ്റ്റോഴ്സ് തകർക്കാന്നായിരിക്കും വിചാരം. അതുകൊണ്ടായിരിക്കും ഗോമതി സ്റ്റോഴ്സിന്റെ തൊട്ടടുത്ത് തന്നെ അവന് കടയിട്ട് കൊടുത്ത എന്റെ ഏട്ടന്മാര്. അമ്മ എന്തുകൊണ്ട് വിലക്കിയില്ല? അപ്പൊ അമ്മയും കൂട്ടു തന്നു അമ്മയുടെ മകന്റെ കാര്യത്തില്. എനിക്കിപ്പോ എല്ലാരെയും മനസ്സിലാവുന്നുണ്ട്. ഇന്ദിരാമ്മ പറഞ്ഞു, ഇനി നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എത്ര പറഞ്ഞാലും നിന്റെ തലയിലേക്ക് കയറാൻ പോകുന്നില്ല. നീ വിശ്വസിക്കുന്ന സത്യം നീ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഇനിയിപ്പൊ എന്തൊക്കെ പറഞ്ഞു പറഞ്ഞാലും അത് മാറ്റാൻ നീ ഉദ്ദേശിക്കുന്നില്ല. എനിക്ക് കൂടുതൽ പറയാനോ ആഗ്രഹമില്ല. എപ്പോഴെങ്കിലും നീ സത്യങ്ങളൊക്കെ മനസ്സിലാക്കും. അതും പറഞ്ഞ് ഇന്ദിരാമ്മ അങ്ങ് തിരിഞ്ഞു കടന്നു. അപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞു, ബാമേ നമുക്ക് അകത്തേക്ക് കയറിപ്പോ, അങ്ങനെ അങ്ങോട്ട് പോകാൻ വരട്ടെ. എനിക്ക് പറയാനുള്ളത് മൊത്തം പറയണമെന്ന് പറഞ്ഞു. പിന്നീട് രാശ്രീക്ക് നേരെ തിരിഞ്ഞിട്ട് പറഞ്ഞു, എനിക്കറിയാം എന്റെ ഏട്ടന്മാരാണ് ഈ ചതി ചെയ്തതെന്ന്. കാരണം ദേവമംഗലത്ത് നിന്ന് ധർമ്മനെ അകറ്റാൻ വേണ്ടിയിട്ടല്ലേ എന്റെ ഏട്ടന്മാരി പണി ചെയ്തേ. ഗോമതി സ്റ്റോഴ്സും ബാലേട്ടനുമായിട്ടുള്ള ബന്ധം ഇല്ലാതാക്കണം, അതിനു വേണ്ടിയിട്ട് ചെയ്ത ചതിയേത്. രാശ്രീ പറഞ്ഞു, എന്ന് നിന്നോട് ആര് പറഞ്ഞു? അല്ല, ഞങ്ങളാണോ ദേവമംഗലംകാരൻ ധർമ്മനും തമ്മിൽ അകറ്റിയത്? ഒരു രാത്രിയിൽ ഇല്ലാത്ത കാരണം ഉണ്ടാക്കി അവനെ 25,000 രൂപയുടെ പേരിൽ ഇറക്കി വിട്ടത് ആരാ? ഞങ്ങളാണോന്ന് ചോദിച്ചു.
ഞങ്ങളാണോ അകറ്റിയെന്ന് ചോദിച്ചു. ഒരു നിമിഷം ഗോമതി വല്ലാതെയായി. അപ്പോഴേക്കും മിത്ര പറഞ്ഞു, അങ്ങനെ ചില തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ആരും മാമനെ കുറ്റപ്പെടുത്തിയിട്ടൊന്നുമില്ല. പിന്നെ കുറ്റപ്പെടുത്തിയിട്ടില്ല, മാമന്റെ നന്മ മാത്രം ഞങ്ങൾ കരുതിയിട്ടുള്ളൂ. എടി, അങ്ങനെ നന്മയെ കരുതുന്നവരാണെങ്കിൽ എന്ത് ചെയ്യണം? അവനൊരു നല്ല ജീവിതം കിട്ടിക്കഴിയുമ്പോൾ സന്തോഷിക്കല്ലേ വേണ്ടേ? അവനൊരു കടയിട്ട് കഴിയുമ്പോൾ നല്ലതാണല്ലോ എന്ന് കരുതുമല്ലേ ചെയ്യണ്ടേ? അതിന് പകരം അവനെ കുറ്റപ്പെടുത്തുവാണോ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. നിങ്ങൾക്കപ്പോൾ അതിനകത്ത് അസൂയല്ലേന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ ഗോമതി പറഞ്ഞു, അവൻ കടയിട്ടോണ്ടൊന്നും ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. അതെ, ഇവിടുത്തെ ബാലേട്ടന്റെ അന്നം മുട്ടിച്ചിട്ട് വേണമായിരുന്നോ കടയിടാനായിട്ട്? അത് മാത്രമേ ചോദിച്ചുള്ളൂ. അതെന്തൊക്കെയാണെങ്കിലും ശരി, ധർമ്മം ചെയ്ത് തെറ്റാന്ന് പറഞ്ഞ് നിൽക്കെന്താ അവകാശം? ഇത്രയും കാലം ഗോമതി സ്റ്റോഴ്സിൽ അവൻ അധ്വാനിച്ചു, എന്നിട്ട് എന്തുണ്ടാക്കി? അവന് നല്ലൊരു ജീവിതം കിട്ടിയോ? ഇല്ലല്ലോ. എന്തേലും നല്ലൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് സാധിച്ചില്ല. എന്നിട്ടിപ്പം ധർമ്മനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് വരുന്നു. ഈ സമയത്ത് ഗോമതി പറഞ്ഞു, ദേ രാജശ്രീ, വെറുതെ അനാവശ്യം പറയരുത്. ധർമ്മനാണ് ഇവിടെ തെറ്റ് ചെയ്തേ. എന്തൊക്കെ കാണിച്ചാലും ധർമ്മനെ കടയിടാൻ പാടില്ലായിരുന്നു. പിന്നെ ധർമ്മം തെറ്റ് ചെയ്ത് പോലും. ശരിക്കും പറഞ്ഞാൽ ഗോമതി നീയാണ്, നീ കാരണമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. രണ്ട് കുടുംബങ്ങൾ തമ്മിൽ ഇത്തരം പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് കാരണം എന്താ? നീയല്ലേ. നീ കുറെ കാലം മുമ്പ് ബാലിന്റെ കൂടെ ഇറങ്ങിപ്പോയതുകൊണ്ടല്ലേ, അന്ന് തുടങ്ങിയ പകയല്ലേ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമായിരുന്നോ? ഒരു നിമിഷം ഗോമതിയുടെ മിണ്ടാട്ടം മുട്ടിപ്പോയി. അപ്പോഴേക്കും മീനു വന്നിട്ട് പറഞ്ഞു, അതെ, ഒരു കാര്യം ചോദിച്ചോട്ടെ, അതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളല്ലേ ആന്റി, അതിനിപ്പം ചൊറിഞ്ഞു പുറത്തിടേണ്ട കാര്യമുണ്ടോ? അപ്പോഴേക്കും രാജശ്രീ പറഞ്ഞു, കഴിഞ്ഞു പോയ കാര്യങ്ങളാണെന്നും പറഞ്ഞുകൊണ്ട്, അതെ, അമ്മ ഇറങ്ങി വന്നിട്ട് അമ്മയെ അച്ഛൻ പൊന്നു പോലെയാ നോക്കുന്നേ. ഇന്ന് വരെ ഒരു പ്രശ്നവും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെന്ന് പറഞ്ഞു. അതെ, ഈ മൂത്തവർ സംസാരിക്കണ സമയത്ത് അതിന്റെ ഇടയിലേക്ക് കയറാനായിട്ട് നിന്നോട് ആരാ പറഞ്ഞ? നിന്റെ കാരണന്മാര് നിന്നെ ഇങ്ങനെയാണോ വളർത്തി വിട്ടിരിക്കുന്നത്? വളർത്തുദോഷം അല്ലാതെ എന്താന്നൊക്കെ പറയണം. അടക്കൊതുക്കത്തി വളർത്തണം, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഇരിക്കുമെന്നും പറഞ്ഞു മീനുനെ കുറ്റപ്പെടുത്തി. പെട്ടെന്ന് മീനു രാജശ്രീയോട് ചോദിച്ചു, അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ആന്റി, ആന്റിയുടെ മകൻ അലോകില്ലേ, അലോകിനെ ആന്റി തന്നെയല്ലേ വളർത്തിയെന്ന് ചോദിച്ചു. ഓ, അതിനിപ്പോ ആന്റിയുടെ വളർത്തു ദോഷം കൊണ്ടായിരിക്കും അങ്ങനെയൊക്കെ അവൻ നടക്കണല്ലേന്ന് ചോദിച്ചു. അടി കിട്ടിയ പോലെ പേ രാജശ്രീക്ക്. അപ്പോഴേക്കും മീനു അടുത്തേക്ക് താടിയിലൊക്കെ തട്ടി, എന്തു പറ്റി ആന്റിക്ക്? സങ്കടമായി പോയി ഞാനത് പറഞ്ഞപ്പോ. പെട്ടെന്ന് ദേഷ്യപ്പെട്ട് മീനുവിനെ ഒന്ന് നോക്കിയിട്ട് വെട്ടിത്തിരിഞ്ഞ് അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി. അപ്പോഴേക്കും ഗോമതി പറഞ്ഞു, മീനു, നീ എന്താണോ കൊടുക്കേണ്ടത് തന്നെ കൊടുത്തേന്ന് പറഞ്ഞു. കൃത്യം അവൾക്ക് കൊണ്ടെന്ന് പറഞ്ഞു. മീനു പറഞ്ഞു, അമ്മയ്ക്ക് സമാധാനമല്ലോ, എങ്കിൽ നമുക്കിനി കയറിപ്പാം. വേണ്ട വേണ്ട, എനിക്ക് കുറച്ചുകൂടെ പറയണം. എന്ത്? അവരകത്ത് നിന്ന് കേൾക്കുന്നുണ്ട്, കേൾക്കട്ടെ, അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് വിളിച്ചു പറഞ്ഞോളാന്ന് പറഞ്ഞു. പിന്നീട് ഗോമതിയോട് നിന്ന് വിളിച്ചു പറഞ്ഞു, ഗോമതി സ്റ്റോഴ്സ് ബാലനെ ദേവമംഗലത്തെ തകർക്കാനായിട്ട് ആര് വിചാരിച്ചാലും നടക്കില്ല. അതിനി വെച്ചിരിക്കുന്ന വെള്ളം അങ്ങോട്ട് വാങ്ങി വെച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് ദേഷ്യത്തോടെ മീനു മിത്രയെന്നും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവാണ് അവരെ. ഇതെല്ലാം രാജശ്രീ ഇന്ദിരാമ്മ അകത്തിരുന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. ഇന്ദിരാമ്മയ്ക്ക് ഭയങ്കര വിഷമമുണ്ടായിരുന്നു ഈ ഒരു കാര്യത്തില്. ഈ സമയത്ത് ഗോമതി സ്റ്റോഴ്സിൽ ബാലൻ ആകെപ്പാടെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. അത് കണ്ടു കഴിഞ്ഞപ്പോ രാമേട്ടൻ പറഞ്ഞു, ബാലൻ നീ വിഷമിക്കൊന്നും വേണ്ട, ഇന്ന് ആ കടയിലേക്ക് പോകുന്ന ആൾക്കാർ നാളെയും കൂടി തിരിച്ചു വന്നോളും. കാരണം ഗുണമേന്മ വിശ്വസ്തതയ്ക്ക് എപ്പോഴും പ്രധാനം എന്ന് പറഞ്ഞു. അതെ, ആൾക്കാർക്ക് ഒരു കൗതുകം തോന്നും, ആദ്യം പുതിയത് കണ്ടു കഴിയുമ്പോൾ അതിന്റെ ഇതങ്ങോട്ട് തീർന്നുമ്പോ ഇങ്ങോട്ടേക്ക് വന്നോളൂ എന്ന് പറഞ്ഞു. അത് കേട്ടതും ആകാശം ആനന്ദമൊക്കെ പറഞ്ഞു, അത് ശരിയാ അച്ഛാ, അച്ഛൻ വിഷമിക്കൊന്നും വേണ്ട, ഈ കടയിൽ ആളില്ലെന്ന് കരുതി സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. അപ്പോഴേക്കും ബാലൻ പറഞ്ഞു, അങ്ങനെയൊന്നും വരത്തില്ല രാമേട്ട, ഇവിടെ സത്യത്തിനൊന്നും ഒരു വിലയില്ലാന്ന് പറഞ്ഞു. അതെന്താ അങ്ങനെ പറഞ്ഞേ? അല്ല, അങ്ങനെ എന്തേലും വില ഉണ്ടായിരുന്നെങ്കിൽ ആ ഉദയഭാനു എന്നോട് ചതി ചെയ്യുമായിരുന്നോ? നമ്മളൊക്കെ വിശ്വസിക്കും എല്ലാവരും നല്ലവരാണ്, പക്ഷെ അങ്ങനെയൊന്നും ആയിരിക്കില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇപ്പൊ എന്റെ മോനി കടയിൽ നിൽക്കില്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഭയങ്കര സങ്കടത്തോട് കൂടിയിട്ട് ആകാശ് പറഞ്ഞു, ഇതങ്ങനെ വെറുതെ വരണ്ടച്ചാ, ഞാൻ മാമനോട് പോയി ചോദിക്കാന്ന് പറഞ്ഞ, പക്ഷെ ആനന്ദേണ്ണ സമ്മതിക്കാത്ത. ചോദിക്കാനും പറയാനൊന്നും പോണ്ട, ഇനിയിപ്പൊ അതിന്റെ ആവശ്യമൊന്നും ഇല്ലാന്ന് പറഞ്ഞു. കഴിഞ്ഞത് കഴിഞ്ഞു, അങ്ങനെ അങ്ങോട്ട് പോട്ടെ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ആനന്ദിന്റെ ഫോൺ ബെല്ലടിച്ചു. ആനന്ദ് കോൾ എടുത്തിട്ട് ശരി എന്നൊക്കെ പറഞ്ഞു. ആരുടെ മോനെ എന്താന്നൊക്കെ ചോദിക്കുകയാണ്. ആനന്ദ് ഒന്നും മിണ്ടിയില്ല. ആനന്ദ് നന്നായിട്ട് വേർക്കുന്നുണ്ടായിരുന്നു. കാര്യം എന്താ വെച്ചാൽ പറ. പക്ഷെ ആനന്ദ് മിണ്ടാനായിട്ട് ഒന്നും പറയാനായിട്ട് കൂട്ടാക്കില്ല. ആ സമയത്ത് ശ്രീദേവി അടുക്കളയിൽ കറിയൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ശ്രീദേവിയുടെ കയ്യിൽ നിന്ന് ഉപ്പും പാത്രം താഴെ വീണ് പൊട്ടിച്ചെതറുവാണ്. ശബ്ദം കേട്ടുകൊണ്ട് വന്ന ശ്രീകല ഞെട്ടിപ്പോയി. ശ്രീകല നോക്കിക്കഴിഞ്ഞപ്പോ ശ്രീദേവി അന്തം വിട്ട് നിൽക്കുകയാണ്. എന്താ മോളെ, ഒരു ഉപ്പും പാത്രം ചാടിയതിന്റെ പേര് നീ ഇത്ര ടെൻഷൻ അടിക്കണേ? അമ്മേ, എന്തോ ഒരു കഷ്ടകാലം വരാൻ പോവാ. പിന്നെ ഉപ്പും പാത്രം താഴെ വീണ കഷ്ടകാലമാണ്. അതേ അമ്മേ, എന്തോ ഒരു കഷ്ടകാലം അത് എനിക്ക് വരാനായിട്ട് പോവുക. എനിക്ക് എന്തോ സംഭവിക്കാൻ പോകുന്നുണ്ട്. ഒരു പക്ഷെ ആനന്ദേട്ടനെ നഷ്ടപ്പെടുമോന്ന് എനിക്കൊരു ഭയമുണ്ട്. പെട്ടെന്ന് ശ്രീദേവി ആ താലി എടുത്ത് അങ്ങനെ പിടിച്ചു. ദൈവം, എന്റെ കൃഷ്ണ,
അങ്ങനെ ഒന്നും സംഭവിക്കില്ലേ എന്റെ മോളെ, അതൊക്കെ നിനക്ക് വെറും തോന്നുന്ന. അല്ലമ്മേ, തോന്നുന്നൊന്നും അല്ല, എന്തോ ഒരു ആപത്ത് സംഭവിക്കാൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞു. ശ്രീദേവിക്ക് വല്ലാത്തൊരു ടെൻഷൻ കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഈ സമയത്ത് ഇന്ദിരാ സ്റ്റോഴ്സ് നല്ല കച്ചവടം നടക്കുന്നുണ്ട്. അപ്പം ഒരു പുള്ളിക്കാരത്തി ഒന്ന് സാധനം മേടിച്ചിട്ട് പൈസ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേന് സുകന്യ പറഞ്ഞു, ഉദ്ഘാടന ദിവസം മധുരം എടുത്തോളാൻ പറഞ്ഞു. ഇനി വേണ്ട സാധനങ്ങൾ ലിസ്റ്റ് ഇട്ടാൽ മതി കേട്ടോ, ഇവിടെ സാധനങ്ങൾ എടുത്തു വെച്ചേക്കാം, വരുമ്പത്തേനും പൈസ ഒന്ന് വാങ്ങിച്ചുകൊണ്ട് പോയാൽ മതി, അധിക സമയം നിൽക്കേണ്ടി വരത്തില്ല എന്ന് പറഞ്ഞു. അത് മതി എന്നൊക്കെ പറഞ്ഞു. അതും പറഞ്ഞ് അവരും കൂടെ പോകുമ്പോഴത്തേനും ധർമ്മനും കട്ടക്കലിപ്പായി. ധർമ്മം ദേഷ്യത്തോട് കൂടിയിട്ട് സുകന്യയുടെ നേർക്ക് തിരിയുവാണ്. അപ്പൊ അതിന്റെ കഥകളൊക്കെ കാണാൻ പോകുന്നത്. ഇനി എന്താണെന്നറിയത്തില്ല, സുകന്യയായിട്ട് വലിച്ചു കീറുമോന്ന് അറിയത്തില്ല. ഒന്നാമത്തെ കാര്യം, ധർമ്മന് ദേഷ്യം സഹിക്കാൻ പറ്റുന്നില്ല. ഗോമതി സ്റ്റോഴ്സ് കച്ചവടം ഇല്ലാതായതില്ലേ, അവിടുത്തെ ആൾക്കാരെല്ലാം ഇങ്ങോട്ട് വന്നില്ലേ എന്നൊരു ചിന്തയായിരുന്നു. അപ്പൊ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയിൽ കാണാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.